കഴിയും. അപ്പോൾ വൈകി കിടക്കുകയും പ്രഭാതത്തിൽ വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നതിന് ഒരു പുതിയ തലമുറയുടെ ശീലമായി മാറിയിട്ടുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ വളരെ മുമ്പേ കിടക്കുകയും വളരെ മുൻപ് തന്നെ പുലർച്ചയിൽ എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതിയുടെ നിയമം ഫോളോ ചെയ്യുന്നവരായിരുന്നു. ഈ സുബഹിയുടെ നമസ്കാരം പള്ളിയിൽ പോയി പ്ലാൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള നമ്മുടെ ഒരു റുട്ടീൻ അഥവാ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ രാവിലെ പള്ളിയിലേക്ക് പോയുള്ള നമസ്കാരത്തിലൂടെ കിട്ടും എന്നുള്ളതാണ് അടുത്ത പ്രത്യേകത. പള്ളിയിൽ പോയുള്ള നമസ്കാരം നടത്തുമ്പോൾ കിട്ടുന്ന നാലാമത്തെ പ്രത്യേകത സ്ട്രെസ് റിഡക്ഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ഇന്നത്തെ പ്രയാസങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു ജീവിതത്തിൽ പള്ളിയിലെ ഒരു ആത്മീയ അന്തരീക്ഷം തരുന്ന ഒരു റിലീഫുണ്ട്. അവിടെയുള്ള പ്രാർത്ഥനകളും മന്ത്രങ്ങളും അല്ലെങ്കിൽ ഖുർആനും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിന് തരുന്ന ഒരു ശാന്തതയും സ്വസ്ഥതയും ഉണ്ട്. അങ്ങനെ സ്ട്രെസ് റിലീഫാക്കുന്നതിനെ രാവിലത്തെ പ്രത്യേകിച്ച്